2000-ൻ്റെ തുടക്കകാലത്ത് മലയാള മനോരമ 2 ഞായറാഴ്ചകളിലായിട്ട്, ഞങ്ങളുടെ 3 ഞായറാഴ്ചകളിലായിട്ട് ഒരാഴ്ച ഉണ്ണിക്കേ വാര്യർ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കും. ഞാനൊന്ന് ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക തൃശ്ശൂർ വന്ന്. അതായത് ഞങ്ങൾ തമ്മിൽ ഇനി സിനിമകൾ ചെയ്യില്ല എന്നൊരു വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചപ്പോൾ ഉണ്ണി വന്ന് അവിടെ വന്നൊരു ഇൻ്റർവ്യൂ ചെയ്തു. മനോരമ മുൻകൈ എടുക്കുന്നു നിങ്ങളെ ഒന്നിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് എനിക്കതിനകത്ത് ഇല്ല, ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്യും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് അവർ ലോഹിയെ കാണാൻ പോയി. ലക്കിടിയിൽ പോയി ലോഹിയുടെ ഇൻ്റർവ്യൂ എടുത്തു. 3-ാമത്തെ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ലക്കിടിയിൽ പോയിട്ടും ഞങ്ങൾ രണ്ടുപേരും വിളിച്ചു. അങ്ങനെ 3 ആഴ്ച മനോരമ സൺഡേ സപ്ലിമെൻ്റ് ഞങ്ങളെ ഒന്നിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. അത് ഭയങ്കര ഒരു കാര്യമല്ലേ, മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു പത്രമാധ്യമം ഞങ്ങൾ രണ്ടുപേരും നടത്തുന്നത്. അത് അങ്ങനത്തെ ഒരു എഫേർട്ടൊക്കെ അതിനകത്ത് നടന്നു. അപ്പോൾ എനിക്കറിയാം അന്നും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് അന്നും ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷേ തിരിച്ച് ഈ പുതിയ അമേരിക്കൻ പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞാൻ അതുപോലെ അവിടെ ചെന്ന്, അത് ഒരു ജനുവരി 1-ാം തീയതി ലോഹിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു 1-ാം തീയതിയാണ്, ഇപ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷം, അത് 2004-ലോ 2005-ലോ മറ്റാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അത് നീണ്ടു പോയി. ഈ പ്രൊഡ്യൂസർ അമേരിക്കയിൽ നിന്ന് വരും, ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരും. ഞാൻ പറഞ്ഞു ലോഹി ചെയ്യും, ലോഹി ആ പടം ചെയ്യുന്നു, ഈ പടം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീണ്ടിടുക. അപ്പോൾ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അയാളും എടുത്തു തുടങ്ങി. അയാൾ ഇവിടെ ഒരാളെ ഏർപ്പാടാക്കി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളുടെ ഒരാൾ ഇവിടെ നിന്നിട്ട് എന്നെ വിളിക്കും. ഞാനും ആ പ്രഷർ എനിക്കും വന്നു തുടങ്ങി. അവസാനം ജൂൺ മാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച്, ഈ പ്രൊഡ്യൂസറുടെ ആൾ വന്നു, ഒരു തീരുമാനം എടുക്കണം, അദ്ദേഹത്തെ പോയി കാണണമെന്ന് പറഞ്ഞ്. അല്ല, അതിനു മുമ്പ് ലോഹി വന്നിട്ട് ഒരു കഥയുണ്ട്. പ്രൊഡ്യൂസർ വന്ന സമയത്ത് ലോഹി പറഞ്ഞു, അയാൾ നിർബന്ധിച്ച് പറഞ്ഞു ലാൽ സാറിനെ പോയി കണ്ട് കഥ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കഥ പറഞ്ഞു. ഇവിടെ ലാലിൻ്റെ തന്നെ ട്രാവൻകൂർ കോർട്ടിൽ വന്നിട്ട് ലാൽ ഷൂട്ടിലായിരുന്നു. രാത്രി വരെ വെയിറ്റ് ചെയ്ത് ലാൽ ഒരു 12 മണിക്ക് വന്നു. ലോഹി പോയി ഒരു കഥ പറഞ്ഞു. ആ കഥ എൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ല, അവിടെ വെച്ചാൽ കഥ പറയുന്നത്. പക്ഷേ ആ കഥ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ലാലിനും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ലോഹി പറഞ്ഞു വേറൊരു കഥയുണ്ട് പറഞ്ഞു. ആ കഥയും പറയുമ്പോഴത്തേക്ക് അതും അപ്പോൾ പെട്ടെന്ന് അത് ഞാനും ലാലും എന്താണ് ലോഹി ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മുമ്പ് കഥകളൊക്കെ പറയുമ്പോഴേ. എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായെങ്കിൽ പോലും അത് പിന്നെ അത് ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഈ 2008 അപ്പോൾ ലോഹിക്ക് മനസ്സിലായി ലോഹിയുടെ ഭാഗത്തു നിന്ന് അതിനകത്തൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ 2008 ജൂൺ മാസം 8-ാം തീയതിയാണ് ഈ പ്രൊഡ്യൂസർ തിരിച്ചു പോയി. പ്രൊഡ്യൂസറുടെ ആൾ ഞാനും ഇവിടെ ലക്കിടിയിൽ ചെല്ലുന്നു, ലോഹിയെ കാണുന്നു. അവിടെ വെച്ച് ലോഹി പറയുന്നു. അപ്പോൾ ലോഹി ഞാൻ മാത്രമായിട്ട് കുറേ നേരം ഇരുന്നു. ഈ പ്രൊഡ്യൂസറുടെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറേ കാര്യം ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള കുറേ എന്തുകൊണ്ട് അന്ന് ലോഹി എൻ്റെ അടുത്ത് മുമ്പിൽ ഒരു കുമ്പസാരം നടത്തി. ആദ്യമായിട്ടാണ് ലോഹി എൻ്റെ അടുത്ത് നിന്ന് കുമ്പസരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ തമ്മിൽ പടം ചെയ്യാതിരുന്നത് എൻ്റെ വീഴ്ചകളുണ്ട് അതിനകത്ത്, അത് ഞാനല്ല, പലരും എന്നെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ തമ്മിൽ, ഞാനതിൽ വീണുപോയി എന്ന് പറഞ്ഞു. ഒരു ഡയറക്ടറുടെ പേര് പറഞ്ഞു. അദ്ദേഹമാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വല്ലാതെ ചൂഷണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഏത് പടം വരുമ്പോഴും അതിൻ്റെ ഡിസ്കഷൻ പുള്ളി ഒരു കഥയുടെ ഒരു ത്രെഡുമായിട്ട് വരും. എൻ്റെ അടുത്ത് പറയും, ഞാൻ കഥ കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും നമുക്ക് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പോയിരിക്കാം, അവിടെ പോയിരിക്കും, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു ആ ഒരു കഥയുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പോയി. എൻ്റെ പേരിലൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ സിനിമ വരും. എൻ്റെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വരെ ഒരു പടത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തു, അത് വെച്ച് അത് സിനിമ ചെയ്തു എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചു. എനിക്കിന്ന് ആ വ്യക്തി സംവിധായകനാണ്. അതെ. അപ്പം എന്താ പറഞ്ഞ് എനിക്കിപ്പോൾ ആ വ്യക്തിയെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അയാളെ എനിക്കിനി കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു പോട്ടെ, എന്തായാലും പറ്റില്ല, ഇതൊരു മനസ്താപമാണ്, ഏറ്റുപറച്ചിലാണ്, ഇനി നമ്മൾ സിനിമ ചെയ്യും. അപ്പോൾ ലോഹി ഭീഷ്മർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭീഷ്മർ ലോഹിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി, എനിക്ക് വേണ്ടിയിട്ടല്ല, ലോഹിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യാം, ജൂൺ 30-ാം തീയതി നമുക്ക് ഞാൻ ആ കഥ പറയാം എന്ന് പറഞ്ഞു.
അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി. അന്നൊരു പകൽ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ എല്ലാ സങ്കടങ്ങളും എല്ലാ വീഴ്ചകളും ഏറ്റുപറഞ്ഞ് തീർന്നു. ഞങ്ങളുടെ സൗഹൃദത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഇന്നുവരെയും ഞാനായിട്ട് വരുത്തിയിട്ടില്ല. വരേണ്ട കാര്യമില്ല. എനിക്ക് ലോഹിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ലോഹി ഉണ്ടെന്നുള്ള ഉറപ്പിലല്ലേ ഞാൻ വന്നത്. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടത്താൻ ശ്രമിച്ചിട്ടേ ഇല്ല. പലരും എന്ന് വെച്ചാൽ ലോഹിക്ക് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർമ്മാതാക്കളൊക്കെ ചിലരും ലോഹി അതിനകത്ത് വഴങ്ങിപ്പോകുന്നതാണ്. എന്നാൽ ലോഹി എൻ്റെ ചില സിനിമകൾക്കൊക്കെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച പോലെ എഴുത്ത് നന്നായി വരാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചപ്പോഴൊക്കെ വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും ലോഹി എഴുതി തന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അദ്ദേഹം ഫാമിലിയായിട്ടും ഞാനൊരു സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുമ്പോൾ അത് എഴുത്തിൻ്റെ തലേദിവസം 2-3 ദിവസം എനിക്ക് മനസ്സിലായി ഈ എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലത്തെ സ്ക്രിപ്റ്റ് കിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ ലോഹിയെ വിളിച്ച് എന്നെ സഹായിക്കണം, ഇതൊരു SOS സന്ദേശമെന്ന് പറഞ്ഞു. സേവ് അവർ സോൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പലുകാർ പറയുന്നവർ എന്നെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ലോഹി പറഞ്ഞു ഞാനും ഫാമിലിയായിട്ടൊരു യാത്ര പോവുകയാണ്. ഞാൻ എവിടെയാണ് പോകണേ? ഞങ്ങളിങ്ങനെ വയനാട് ആ ഭാഗത്തേക്കാണ്. ഞാൻ പറഞ്ഞു വയനാട് പോകുന്ന വഴിക്കാണ് ഞാനുള്ളത്, ഇവിടെ വരൂ, യാത്ര 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ലോഹിയെ കഥ കേട്ടു. ലോഹി പുതിയൊരു വൺലൈൻ ഉണ്ടാക്കി തന്നിട്ടാണ് ലോഹി പോകുന്നത്. എന്നിട്ട് പറഞ്ഞ് ഞാൻ അവിടെ റൂം എടുത്തു, വേറൊരു ഹോട്ടലിൽ റൂം കൊടുത്തു, അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ ഷൂട്ട് ചെയ്യും. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ലോഹി തിരിച്ച് ആലുവയിലേക്ക് പോയി. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ അവിടേക്ക് പോകും, ഓരോ ദിവസവും സ്ക്രീനും കൊണ്ടുവരും. അങ്ങനെയാണ് ഞാൻ ആ പടം ഷൂട്ട് ചെയ്തത്. അത് അങ്ങനെയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പടത്തിൽ ഇതുപോലെ തന്നെ വേറൊരു റൈറ്റർ വന്നപ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോകുന്നു. അപ്പോഴും ലോഹിയെ വിളിച്ചു. ലോഹി അവിടെ വന്നു. ആ റൈറ്ററുടെ കൂടെ ഇരുന്ന് ലോഹി കുറേയൊക്കെ, പക്ഷെ അപ്പോഴത്തേക്ക് അത് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പടം കയ്യിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ വിളിച്ചാൽ ഓടിയെത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, എപ്പോൾ ആണേലും. ആ അവസാന കഥ കേൾക്കാൻ പറ്റിയോ? അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴത്തേക്ക് ഈ 30-ാം തീയതി ജൂൺ 30-ാം തീയതി കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജൂൺ 27-ാം തീയതി തിരുവനന്തപുരത്ത് മാക്ടയുടെ ജനറൽ ബോഡിയാണ്. ഞാൻ അതിന് പോയി. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പറഞ്ഞു അവിടെ ഉണ്ട്. അയാൾ പറഞ്ഞു ഞാനും 30-ാം തീയതി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. 28-ാം തീയതി രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഇവിടെ 28-ന് വീട്ടിലെത്തി, 29 കഴിഞ്ഞ് 30-ാം തീയതി ലക്കിടി പോകണം. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേർത്തല ബൈപ്പാസ് കഴിയുമ്പോൾ എൻ്റെ ഫോണിലേക്കൊരു കോൾ വരുന്നു. അത് വിളിക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ശിവച്ചായ ലോഹിയുടെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഇല്ല, അദ്ദേഹം പോയി എന്നൊരു വാർത്ത വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഉണ്ണി പറയുന്നതെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ നോക്കണം, ഒന്നുകൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി കട്ട് ചെയ്തു. ഇമ്മീഡിയറ്റായിട്ട് അടുത്ത കോള് കമ്മലിൻ്റെയാണ്. സിബി ലോഹിയുടെ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു ഉള്ളിൽ ആദ്യം വരാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു കമൽ ഉണ്ണി വിളിച്ച്. അപ്പോൾ കമൽ പറഞ്ഞു ശരിയാണ് സിബി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ചാനലിൽ നിന്ന് ഒരാൾ വിളിക്കുന്ന സഹദേവനാണ്, ഇന്ത്യ വിഷനിലെ സഹദേവനോട് ഞാൻ നല്ല സൗഹൃദമുള്ള ആളാണ്. പുള്ളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ലോഹിയെപ്പറ്റി ഒരു ഓർമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോടോന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരാൾ അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതാണല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോ എന്ന് പറഞ്ഞു. എനിക്കത് ഉൾക്കൊണ്ടിട്ടില്ല. എനിക്ക് സഹിക്കാൻ അത് മനസ്സിലാകട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്നു. ഞാനിങ്ങനെ വണ്ടിയിലൊന്ന് ഉറക്ക കരഞ്ഞു. എനിക്ക് റോഡൊന്നും കാണുന്നില്ല. ഞാൻ ഓടി ഇവിടെ എത്തി. എൻ്റെ ഭാര്യയും മകളും വന്നപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കടവന്തറയിലൊരു പള്ളിയിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ വേഗം പുറത്തിറങ്ങി നിൽക്കും, ഞാനിവിടെ എത്തുന്നു എന്ന് പറഞ്ഞു. അവരുടെ കാര്യം പറഞ്ഞില്ല. അവരത് കഴിഞ്ഞൊരു ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന നല്ല സാരിയും ഉൾക്കെട്ട് മോളും. ഞാൻ പള്ളീൻ്റെ പുറത്തിറങ്ങി വിളിച്ച് വേഗം വണ്ടിക്കകത്ത് വരാൻ പറഞ്ഞു. ഞാൻ വിളിച്ച് വണ്ടിയിൽ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞടി ലോഹി പാടി. അവൾ കരയാൻ തുടങ്ങി, മോള് കരയാൻ തുടങ്ങി. അതേ വേഷത്തിൽ അവിടെ ചെല്ലുകയാണ് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് ഭയങ്കര ആൾക്കൂട്ടം. എൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ചെന്നപ്പം ഒരു മുറിയുണ്ട്. അതിൻ്റെ ഒരു വാതിലിൻ്റെ അകത്തോട്ട്
ബാക്കി എല്ലാവരും പുറത്തേക്കാണ്. അപ്പം ഈ സിയാദ് ഉണ്ടായിരുന്നു. സിയാദ് എന്നെ വിളിച്ച് താൻ പാടുമോ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. ഞാനും ഭാര്യയും മോളും കയറി. അപ്പോൾ ഒരു പച്ച തുണി കിടപ്പുണ്ട്. ഈ പച്ച തുണിയുടെ അപ്പുറത്ത് ലോഹിയുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ സ്പെയിൻറ്റ് ചെയ്തു, താഴേക്ക് വീണു. ഞാനൊരു മതിലെ പിടിച്ച് കഴിഞ്ഞ് എഴുകി താഴെ പോയി.